പറയാണ്, ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാം. അതൊന്നുമില്ലാതെ പച്ചയായിട്ടുള്ള മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇന്നസെന്റിന്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടുള്ള ഇഷ്ടമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ഞാൻ MP ആയപ്പോഴൊന്നുമല്ല, വളരെ മുമ്പ്. തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കലാകാരൻ ചാലക്കുടിക്ക് നഷ്ടമായി. ചാലക്കുടിയെ പറ്റി മാത്രമാണ് ഞങ്ങളോടൊക്കെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ വരുമ്പോൾ പറയാറുള്ളത്. ചാലക്കുടിയിലെ കഥാപാത്രങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങൾ, ഇതൊക്കെ ചിലരൊക്കെ പറയാൻ മടിക്കും. അതൊന്നുമില്ലാതെ തുറന്നു പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ ഒറ്റയാളുടെ മനസ്സിൽ നിന്നും പോവില്ല എന്ന് നമുക്കറിയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സ്ഥലം MLA BD ദേവസ്വം അവരെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, കലാസ്നേഹികളെ, ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കലാഭവൻ മണി എത്രയധികം സ്വാധീനം ജനങ്ങളിൽ ചെലുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അവിടെ തടിച്ചുകൂടിയ ജനാവലി. പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്ന ജനങ്ങൾ, അതിനുശേഷം റീജിയണൽ സയൻസ് സെൻ്ററിൽ വെച്ചപ്പോൾ നിയന്ത്രണാതീതമായ ജനക്കൂട്ടം. അവിടെ നിന്ന് ചാലക്കുടിയിലേക്കുള്ള വിലാപയാത്രയിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടതോടുകൂടി പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. ആംബുലൻസ് മുന്നോട്ട് നീങ്ങാൻ വല്ലാതെ വിഷമിച്ചിരുന്നു. അത്രയധികം ആളുകളാണ് ഒരു നോക്ക് കാണാൻ വേണ്ടി നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായി ഒത്തുകൂടിയത്. മുനിസിപ്പൽ ഓഫീസിൽ ദർശനത്തിന് വെച്ചപ്പോഴും നിയന്ത്രണാതീതമായ ജനക്കൂട്ടമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അന്ന് ചാലക്കുടി പട്ടണം വീർപ്പുമുട്ടി. അന്ത്യോപചാര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിലും നിയന്ത്രിക്കാൻ പറ്റാത്ത ജനക്കൂട്ടമായിരുന്നു. ഞാനൊക്കെ ഭയന്നു പോയത് അപകടങ്ങൾ ഉണ്ടാകുമോ, ദുരന്തം ഉണ്ടാകുമോ എന്നായിരുന്നു. പക്ഷേ അപകടങ്ങളൊന്നുമില്ലാതെ ആ ചടങ്ങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കലാഭവൻ മണി ചാലക്കുടിയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അഭിനയത്തിൽ, പ്രവൃത്തിയിൽ എല്ലാം ചാലക്കുടി മാത്രമായിരുന്നു. ചാലക്കുടി പുഴയും ചാലക്കുടി ചന്തയും ചാലക്കുടിയിലെ തെരുവുകളും ചാലക്കുടി ബസ് സ്റ്റാൻഡും ചാലക്കുടിയിൽ അദ്ദേഹം പഠിച്ച സ്കൂളുകളും അദ്ദേഹം പിന്നിട്ട വഴികളും എല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ മുഴച്ചു നിന്നിരുന്നു. ചാലക്കുടിയെ അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പിന്നിട്ട വഴികളെ അദ്ദേഹം മറന്നിരുന്നില്ല. കുട്ടിക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അദ്ദേഹം വളർന്നു വലുതായപ്പോഴും മറന്നില്ല. അദ്ദേഹം പാവങ്ങളെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു പക്ഷമുണ്ടായിരുന്നു, പാവപ്പെട്ടവൻ്റെ പക്ഷമായിരുന്നു. അഭിനയത്തിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ചാലക്കുടിയിൽ മതമൈത്രിയും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണി വലിയ പങ്ക് വഹിച്ചിരുന്നു. ക്രിസ്മസിൻ്റെ തലേ ദിവസം ചാലക്കുടി പുഴയുടെ തീരത്ത് നക്ഷത്ര വിളക്കുകൾ തെളിയിച്ച് എല്ലാവരെയും ക്ഷണിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു. കണ്ണമ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള ഉത്സവത്തിലും സജീവ പങ്കാളിയായി താലി നയിച്ച് അദ്ദേഹം എത്തുമായിരുന്നു. മണിക്ക് പള്ളികളും അമ്പലങ്ങളും എല്ലാം ഒരുപോലെയായിരുന്നു. നാനാജാതി മതസ്ഥരായ ആളുകളുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ഇവിടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, പോലീസ് സ്റ്റേഷന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ,
ചാലക്കുടിയുടെ വികസന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ അദ്ദേഹം ചെലുത്തിയിരുന്നു. ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവം, ചാലക്കുടിയുടെ വികസനത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് ഊർജം പകരുകയും അദ്ദേഹം ചെയ്ത കാര്യം ഇത്തരുണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കലാഭവൻ മണി നമ്മെ വേർപെട്ടെങ്കിലും അദ്ദേഹം ഇന്നും ജീവിക്കുന്നു നമ്മളിലൂടെ. അദ്ദേഹം ചെയ്ത നന്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയധികം ആളുകൾ ഇവിടെ കൂടിയത്. ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് മാത്രമാണ്. എത്രയധികം ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എന്നും നന്ദിയോടെ ഓർക്കാം. അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെയും തമിഴകത്തിൻ്റെയും പ്രിയതാരം വിക്രം സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അവர்களെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. വേദിയിലെ മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിലെ ബഹുമാന്യരെ, ചാലക്കുടിയുടെ പേരും പ്രശസ്തിയും ലോകത്തിലേക്ക് എത്തിച്ച അനുഗ്രഹീതനായ ശ്രീ കലാഭവൻ മണിയുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏറെ സാധാരണ കുടുംബത്തിൽ, ദരിദ്ര കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ശ്രീ കലാഭവൻ മണി സാധാരണക്കാരെ ഒരിക്കലും മറക്കാതെ ചാലക്കുടിയിലെ മുഴുവൻ സാധാരണക്കാരെയും ദരിദ്ര കുടുംബങ്ങളെയും സഹായിച്ചുകൊണ്ട് അനുശോചിക്കാൻ കൂടിയ പല യോഗങ്ങളിൽ ഒന്നാണിത്. കലാഭവൻ മണി എന്ന സുഹൃത്തിനെ, കലാഭവൻ മണി എന്ന നടനെ, കലാഭവൻ മണി എന്ന സഹായിയെ, മകനെ, സഹോദരനെ, അനിയനെ, ജ്യേഷ്ഠനെ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമല്ല ഞാനിവിടെ വന്നത്. എൻ്റെ ദുഃഖത്തിൽ നിങ്ങളെയും കൂടെ പങ്കുചേർക്കാൻ. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കലാഭവൻ മണി അറിയാൻ തുടങ്ങിയത്. കലാഭവൻ മണിയുടെ ബാല്യവും യൗവനവും സിനിമയിലേക്ക് വരുന്ന മുമ്പുള്ള കാലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. പക്ഷേ അത് നിങ്ങളാരും പറഞ്ഞല്ല പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്. മണി തന്നെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതം ഞങ്ങൾ അറിയുന്നത്. കലാഭവൻ മണി ഒരുപക്ഷെ കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ, സ്ഥാപനത്തിൻ്റെ പേര് ഇത്രയേറെ ലോകപ്രസിദ്ധി ആർജിക്കുവാൻ ഒരു കാരണം കലാഭവൻ മണിയുടെ മുമ്പിലുള്ള കലാഭവൻ എന്ന പേര് തന്നെയാണ്. വളരെ വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ആളാണ് ഞാനും മണിയും. മണിയുടെ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ എൻ്റെ കൂടെയായിരുന്നു. ധ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മണി അന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ എനിക്കിപ്പോഴും അത് ഞാൻ സന്തോഷത്തോടെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്,
ഒരു ആരാധക വൃന്ദത്തിൻ്റെ ഇവിടുത്തെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് മണി ഉണ്ടായിരുന്നുവെന്നും ഓരോ സിനിമകൾ വരുമ്പോഴും മണിയും കൂട്ടുകാരും ആ സിനിമയെ സ്വീകരിച്ചതും കാലം മാറി കഥ മാറി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചാലക്കുഴിപ്പുഴയുടെ തീരത്ത് നടക്കുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ വന്ന കഥയും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മണി. മണി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നടൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യവാദി, ഒരുപാട് മുഖങ്ങളുള്ളയാളാണ് മണി. നേരത്തെ ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ മണി സിനിമയുടെ സെറ്റിലുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. മണിയുടെ കരുത്ത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കരുത്തുള്ള ആളാണ് മണി. മണിയെപ്പറ്റി ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാറുണ്ട്, നിങ്ങളിൽ ഓരോരുത്തർക്കും. മണിയുടെ സിനിമ കാണുന്നവർക്കും മണി അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ മണിയെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാകും. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നടൻ ഇത്ര ചെറുപ്പത്തിൽ, ഇത്ര ചെറിയ കാലം കൊണ്ട് സ്വാധീനിച്ച നടന്മാരുണ്ടാവാൻ സാധ്യത കുറവാണ്. എൻ്റെ സിനിമയ്ക്ക് വരുന്നതിനോടും എൻ്റെ കാലത്ത് അകാലത്തിൽ അന്തരിച്ചുപോയ ജയൻ്റെ മരണമാണ് ഒരുപക്ഷെ മലയാള സിനിമയെ ഏറ്റവും നടുക്കിയത്. അതിനപ്പുറത്തേക്ക്, നടുക്കത്തിനപ്പുറത്തേക്ക് ഒരു ആർത്തനാദം പോലെയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത്. അല്ലെങ്കിൽ ഒരു ആർത്തനാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഏക്കത്തോടു കൂടിയാണ്, ഒരു തേങ്ങലോട് കൂടിയാണ്, ഒരു ഞെട്ടലോട് കൂടിയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത്. മണിക്ക് സുഖമില്ലായ്മ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മരണം കവർന്നെടുക്കുന്ന ഒരു രോഗമായിരുന്നു എന്നതോ മരണം ഈ രോഗം കവർന്നെടുക്കുമെന്നതോ നമ്മളാരും വിചാരിച്ചതല്ല. ഒരുപക്ഷെ മണിയുടെ മലയാളം വിട്ടപ്പുറത്തേക്കുള്ള ഒരു ചലച്ചിത്ര പ്രവേശനത്തിന് അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു കാരണക്കാരനായിട്ടുണ്ട്. മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയിൽ പ്രധാന വേഷം ചെയ്തത് ഞാനാണ്. ആ സിനിമയിൽ വടിവേലു എന്ന പ്രസിദ്ധനായ ഒരു തമിഴ് നടന് വെച്ചിരുന്നൊരു വേഷത്തിന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് സംവിധായകരും നിർമ്മാതാവും കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിവരം എനിക്ക് അറിയാൻ സാധിച്ചു. ഞാനിങ്ങനെ മണിയുടെ പേര് പറഞ്ഞു, മണിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കാം, പക്ഷേ വിളിച്ചിട്ട് വന്നിട്ട് വേഷമില്ല എന്ന് പറഞ്ഞ അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത്. ഇല്ല സാർ, വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മണിയെ വിളിച്ചപ്പോൾ മണി തിരക്കിലാണ്. പിന്നെ തമിഴ് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ഭാഷകളും നമ്മൾ പഠിക്കണം. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയമാണ് ഭാഷ, അതിന് ശേഷമേ സംസാരിക്കുന്ന ഭാഷ വരുന്നുള്ളൂ. മണി വരികയും ആ പടത്തിൽ അതിപ്രഗത്ഭമായ അതിഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും പിന്നെ മണി തമിഴ് മക്കളുടെ അല്ലെങ്കിൽ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ കൂടെ മണിയായി മാറുകയും ചെയ്തു. അന്ന് എൻ്റെ സിനിമയുടെ സംവിധായകൻ കലാഭവൻ മണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വശമില്ലാഞ്ഞിട്ടാണോ വരാഞ്ഞിട്ടാണോ എന്നറിയില്ല, കലാമണി എന്നാണ് വിളിച്ചത്. പക്ഷെ അത് കുറച്ചുകൂടെ ചേർന്ന പേരായി തോന്നുന്നു. കലയുടെ മണിയാണ്, കലയിലെ രത്നമാണ് മണി, കലാഭവൻ മണി. അതുകൂടെ ചേരുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും മണിയും അതേ സിനിമയിൽ തന്നെ ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം ദിലീപിൻ്റെ സിനിമയിൽ തെങ്ങിൽ കയറുന്ന സീനുണ്ടായിരുന്നു. ഈ സിനിമയിലും തെങ്ങിൽ കയറുന്ന ഒരു സീനുണ്ടായിരുന്നു. പക്ഷേ തെങ്ങിൽ കയറി പകുതി എന്നപ്പോൾ മണിക്ക് എന്തോ ബാലൻസ് പോയി. എൻ്റെ കൺമുൻപിൽ മണി ഇങ്ങനെ തെങ്ങിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. തെങ്ങിൻ്റെ ചവിട്ടി വീണു. ഞാൻ പക്ഷേ കുറേ നേരത്തേക്ക് അനങ്ങില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് മണി ഒന്നുമില്ല. പക്ഷേ കാല് വേദന വീണ് കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട്, വല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ഉളുങ്ങിയ കാല് ഉളുങ്ങാതെ പോലെ അഭിനയിച്ച് ആ രംഗം അവസാനിപ്പിച്ച ആളാണ് മണി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മണിയെപ്പറ്റി പറയാൻ, ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വ്യക്തിപരമായി എന്നോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും കാണിച്ചിരുന്ന ആളാണ് മണി. മണിയുടെ നഷ്ടം, മണിയുടെ വിയോഗം, നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് നമുക്ക് വാക്കുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കാത്തത്. ചാലക്കുടിക്കാരനല്ല മണി, മണി മലയാളിയല്ല മണി, മണി കേരളീയനല്ല മണി, മണി ഭാരതീയനാണ് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നടീനടന്മാരുണ്ട്. പക്ഷേ നമുക്കും മുമ്പിൽ വെച്ച് അഭിമാനിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ മണിക്കുള്ള സ്ഥാനം ഒട്ടും പുറകിലല്ല. മണി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന,
ഇന്ത്യ ഭാരത സർക്കാരിൻ്റെ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. മടി അഭിനയിച്ച വേഷങ്ങൾ ഒരുപക്ഷെ വളരെ സത്യസന്ധമായി ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, എനിക്കൊന്നും അങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കാനുള്ള അവസരവും അതിനുള്ള കഴിവുമില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. അത്രത്തോളം കഥാപാത്രവുമായി ഇഴുകിച്ചേരാനും കഥാപാത്രമായി മാറാനും ശാരീരികമായും മാനസികമായും രൂപഭാവ ഭേദങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ആത്മാവറിഞ്ഞ് അഭിനയിക്കാൻ സാധിച്ച ഒരു നടനാണ് മണി. മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും ഒരു സാധാരണ ഒരു ഇടത്തരം നടന്മാരെയോ നടികളെയോ അംഗീകരിക്കാത്തവരാണ്. മണിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടാകണമെങ്കിൽ, ഇത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണമെങ്കിൽ മണിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല, അഭിനയത്തിൻ്റെ പ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലെ എന്നും മറക്കാത്ത ഒരു ഓർമ്മയായി ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇത്രത്തോളം വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ഓടിയെടുക്കണമെങ്കിൽ, ആർത്തിരമ്പണമെങ്കിൽ എത്രത്തോളം സ്നേഹം, എത്രത്തോളം സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു അനുശോചന യോഗങ്ങൾ 100, 200, 300 പേര് കൂടുന്ന ഒരു ചെറിയ ഹാളിൽ നടക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ വിശാലമായ പ്ലേ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അനുശോചന യോഗം കൂടണമെങ്കിൽ അത്രത്തോളം വലുതാണ് മണി. ഇവിടെ കൂടിയ താരശോഭ കാണാനല്ല, ഇവിടെ കൂടിയ താരങ്ങളുടെ കലാസന്ധ്യ കാണാനല്ല, താരപ്രകടനം കാണാനല്ല നിങ്ങൾ ആരും എത്തിയത്. ഞങ്ങളുടെ മണിയെപ്പറ്റി, മണിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ്. നിങ്ങൾക്ക് പറയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് മണിയെപ്പറ്റി പറയാനില്ല. മണി എത്രത്തോളം നിങ്ങളിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം ഞങ്ങളിലെ എല്ലാവരിലും മണി സ്വാധീനിച്ചിട്ടുണ്ട്. മണിക്ക് സുഖമില്ല എന്ന് ആശുപത്രിയിൽ അമൃത ഹോസ്പിറ്റലാണെന്ന് എന്നെ ആദ്യം വിളിച്ച് പറയുന്നത് നാദിർഷയാണ്. ഞാൻ ബാംഗ്ലൂരിൽ 200 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ദൂരെയാണ് ഷൂട്ടിംഗ്. ഓരോ നിമിഷവും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നാദിർഷയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിളിച്ചത് കൊണ്ടോ നാദിർഷ എന്നോട് പറഞ്ഞത് കൊണ്ടോ എന്നും മണി തിരിച്ചു വരില്ല. ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ചാലക്കുടിക്കാരെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുമല്ല. മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം അറിയുവാനുമാണ് ഞാൻ ഈ സായാഹ്നം ഇവിടെ എത്തിച്ചേർന്നത്. മണിയുടെ സൽപ്രവൃത്തികളും മണിയുടെ അഭിനയ പ്രകടനവും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ. സിനിമയുള്ളിടത്തോളം കാലം, കാലാകാലങ്ങളോളം മണി എന്ന നടൻ തലമുറകളായി പകർന്ന് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും കണ്ട് അത്ഭുതം കൂറട്ടെ, അത്ഭുതപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല സ്മരണകൾ നമ്മൾക്കെന്നും വലിയ സൗഭാഗ്യമാകട്ടെ എന്നാഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുക. നമസ്കാരം. എന്ത് പറയാം, ഞാൻ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എല്ലാവരും പോലെ എനിക്കും ഭയങ്കരமான ഒരു ഷോക്ക്. ബിക്കോസ് ഇത്ര ചെറുപ്പത്തിൽ മണിയേട്ടനുക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പക്ഷേ അവരെ പറ്റി വിചാരിക്കുമ്പോൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്, അവരെ പറ്റി நிறைய விஷயங்கள் കേട്ടിരിക്കാം. സിനിമ ഒരു സ്വപ്നലോകം. കുറേ ആட்களுக்கு ഇത് ആ സ്വപ്നം നിജമായിருக்கு. മണിയേട്ട നമ്മൾക്ക് എല്ലാവരും പഠിപ്പിച്ച് തന്നത്, നിങ്ങളുടെ സ്വപ്നം എത്ര വലിയതായിട്ടിരുന്നാലും അത് അടയാൻ നമ്മളാൽ മുടിയും. നമ്മൾ വിചാരിച്ചാൽ ഏത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് തുടങ്ങി ഇത്ര ഒരു വലിയ നടനായി. ദാറ്റ് ഹസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ നിങ്ങൾ എല്ലാവർക്കും. ഞാൻ ഇവിടെ ഒരു
സുഹൃത്തായിട്ട് ഇല്ലെങ്കിൽ ഒരു സഹനടികനായിട്ട് ഇല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ടില്ല അനിയനായിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഒരു ആരാധകനായിട്ട് വന്നത്. ഞാൻ എനിക്ക് ഓർമ്മ ആദ്യം പരിചയപ്പെട്ടത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ആ പടം കണ്ടിട്ട് എനിക്ക് അത് നല്ല പടം, നല്ല കഥാപാത്രം, പക്ഷേ അത്ര നന്നായിട്ട് ഒരു വിഷ്വലി ഇംപയർഡ് റിയൽ ലൈഫിലുള്ള ആൾ പോലെ അത്ര നന്നായിട്ട് ആ ക്യാരക്ടർക്ക് ഒരു ജീവിതം തന്നു. അത് കണ്ടിട്ട് എനിക്ക് ഐ വാസ് സോ ഷോക്ക്ഡ്. അതുപോലെ എനിക്ക് ഇത് തമിഴിൽ ഈ പടം ചെയ്യണം ഞാൻ വിചാരിച്ചു. ആൻഡ് ഐ വാസ് സോ ടേക്കൻ അപ്പ് ബൈ മണിയേട്ടൻ്റെ ആക്ടിങ്. ഇപ്പോഴും ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ മെഡ്രാസ് ഇല്ലാത്ത പുറത്ത് എവിടെ പോണാലും കുറേ ആൾക്കാർ കാശിയിൽ നന്നായിട്ട് ചെയ്തു എന്ന് പറയും. പക്ഷേ അവരെപ്പോഴും എന്നടുത്തത് പറയുമ്പോൾ എനിക്ക് മണിയേട്ടനാ എൻ്റെ കണ്ണിൽ മുൻപ് നിൽക്കും. അവരുടെ അഭിനയം അത് എന്നെ ഇൻസ്പയർ ചെയ്തു ആ റോൾ ചെയ്യാൻ വേണ്ടി. ആൻഡ് എനിക്ക് വന്ന നല്ല പേര് എല്ലാവരും ആ ക്യാരക്ടർക്ക് അത് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് മണിയേട്ടൻ. പിന്നെ ജെമിനി ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ മണിയേട്ടൻ അതിൽ വില്ലനായിട്ട് ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ ആ പടത്തിൽ എല്ലാം പാട്ട് നന്നായിട്ടുണ്ട്, കഥ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ മാജിക്കൽ എലിമെൻറ്റ് അതിൽ മിസ്സായി. അപ്പോൾ ഞാനും ഡയറക്ടറും എപ്പോഴും എന്ത് ചെയ്യാം, ക്ലൈമാക്സിൽ വേറെ ഏതാ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതാ ചെയ്യാം എന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിൽ ഓർമ്മയുണ്ട്, മണിമഹാലിൽ നമ്മുടെ ഷൂട്ടിംഗ് മണിയേട്ടനോട്. അപ്പോൾ ആരോ പറഞ്ഞു നിങ്ങൾ മെമിക്രി ചെയ്യുമല്ലേ, ഇത് കുറച്ച് മെമിക്രി ചെയ്തിട്ടാണ്. അപ്പോൾ പുള്ളി തുടങ്ങി എല്ലാം ചെയ്തു. ഞങ്ങളെല്ലാം ഭ്രമിച്ചു പോയി. ലൈക്ക് ഇങ്ങനെ ഒരു കേരളത്തിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ലൈക്ക് അവർ മിമിക്രി ചെയ്യും, ഈസ് സോ ടാലൻറ്റഡ്. ബട്ട് തമിഴ് ആ ഫുൾ യൂണിറ്റ് മുഴുവൻ വന്ന് അവിടെ ഇരുന്നിട്ട് അവരെ നോക്കി കൈയടിച്ചു, അവർ കൈ തട്ടി, അവർ ദിവസവും എക്സൈറ്റഡ്. അപ്പോൾ ഡയറക്ടർ എന്നടുത്ത് പറഞ്ഞു, എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്, ഈ ക്യാരക്ടർ മിമിക്രി ചെയ്തിട്ട് അത് വേറെ ഏതാ ചെയ്യാമെന്ന്. ഓക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സീൻ ചെയ്തു, മുരളിയേട്ടനോട് ആ പോലീസ് സ്റ്റേഷൻ സീൻ. ആ സീൻ ചെയ്യുമ്പോൾ അവർ മുഴുവൻ ഒരു പാമ്പ് പോലെ ഒരു ഒട്ടകം പോലെ അതെല്ലാം ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ സീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ധൈര്യം കിട്ടി, ഈ പടം ഡെഫിനറ്റായിട്ട് ഒരു വലിയ ഹിറ്റാവും ജസ്റ്റ് ബിക്കോസ് ഓഫ് മണീൻ്റെ പെർഫോമൻസ്. അവർ ആ സ്പെഷ്യൽ മാജിക് ആ ക്യാരക്ടർക്ക് തന്നു. ഇത് ഈ പടങ്ങൾ മാത്രമല്ല, അവർ ചെയ്ത എല്ലാ പടങ്ങളിലും അവരുടെ മാജിക് അതിലുണ്ടാവും. മമ്മൂക്ക വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, ഹീസ് നോട്ട് എ മലയാളി, ഹീസ് നോട്ട് എ കേരള ആക്ടർ. അവരൊരു തമിഴ് ആക്ടർ അല്ല, ഹീസ് എൻ ഇന്ത്യൻ ആക്ടർ. അതുമാത്രമല്ല അവരൊരു കംപ്ലീറ്റ് ആക്ടർ. ബിക്കോസ് ഒരു വില്ലനായിട്ട് കാണുമ്പോൾ നമ്മൾ അവരെ കണ്ടിട്ട് പേടിച്ചു. ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് കാണുമ്പോൾ നമ്മൾ അവരോട് കരഞ്ഞു. ഒരു കോമഡിയനായിട്ട് ചെയ്യുമ്പോൾ ചിരിച്ചു, ഹീറോ ആയിട്ട് ചെയ്യുമ്പോൾ പ്രേമിച്ചു. അത്ര ഗുണരസ്യങ്ങൾ ഒരു ക്യാരക്ടർ ഒരു ആക്ടറായിട്ട് ചെയ്തത് വളരെ കഷ്ടം. ആസ് ആൻ ആക്ടർ ഐ റെക്കഗ്നൈസ് ദാറ്റ്. ആൻഡ് അവർ ചെയ്തു. അവർ ചെറുപ്പത്തിൽ പോയി, നമ്മളെ വിട്ടുപോയി. അത് ഒരു ഭയങ്കരமான ഒരു ദുഃഖം. ബട്ട് വാട്ട് വി ഷുഡ് റിയലൈസ് ഇസ്, ഈ ചെറിയ കാലത്തിൽ അവർ നമുക്ക് വേണ്ടി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒവ്വൊരു പടത്തിലും അവർ ചെയ്ത ഒവ്വൊരു റോളും അത്ര സ്പെഷ്യൽ. നമ്മൾ എപ്പോഴും അത് ഓർമ്മിക്കും, എപ്പോഴും. ഇപ്പോൾ ഇല്ല, ഇന്നില്ല. ദ ഗ്രേറ്റ്നെസ് ഓഫ് മണിയേട്ട ഇസ് ദാറ്റ് കുറേ കാലം കഴിഞ്ഞും അവരുടെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ, അവരുടെ പടങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കും. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹിസ് സ്പെഷ്യാലിറ്റി. ആൻഡ് താങ്ക് യു മണിയേട്ട ഫോർ ഇൻസ്പയറിങ് ഓൾ ഓഫ് us. ഗോഡ് ബ്ലെസ് യു. മണിയേട്ടൻ്റെ ഫാമിലി, സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്നോട് റെസ്പെക്ട് ആൻഡ് വിഷസ്. Thank you for having me here. രണ്ടു വാക്ക് അനുസ്മരിക്കുന്നതിന് വേണ്ടി സംവിധായകൻ സിബി മലയിലിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം. ഏതാണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് 1994 ഒക്ടോബർ മാസത്തിലെ ഒരു പകലിൽ
നവോദയയിലുള്ള എൻ്റെ ലൊക്കേഷനിലേക്ക് മലയാള സിനിമയിലെ തൻ്റെ ആദ്യ അക്ഷരം കുറിക്കുവാൻ ഒരു ഓട്ടോറിക്ഷയും ഓടിച്ചു വന്ന കറുത്ത മെലിഞ്ഞ് ചടച്ച ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെ ഭാഗമായി മാറി. അത് മലയാള സിനിമയും കടന്ന് തമിഴിലും തെലുങ്കിലും എത്തിച്ചേരുന്ന വലിയൊരു വളർച്ചയിലേക്ക് കലാഭവൻ മണി എന്ന നടൻ വളർന്ന് വലുതായി. അന്ന് എൻ്റെ മുമ്പിൽ വന്ന ആ ചെറുപ്പക്കാരൻ ആകാരത്തിലും രൂപത്തിലുമൊക്കെയും ഒരുപാട് പുഷ്ടിച്ച് വലുതായി. പക്ഷേ മണി എന്ന സാധാരണക്കാരനായ പാവം പച്ച മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സിനൊരു മാറ്റവും ഉണ്ടായില്ല. അന്ന് ആ നവോദയ സ്റ്റുഡിയോയിൽ ആദ്യ സിനിമയിൽ അവസരത്തിനായി എൻ്റെ മുമ്പിൽ നിന്ന മണി ഏറ്റവും അവസാനം കാണുന്ന നിമിഷം വരെയും അന്ന് എന്നോട് കാണിച്ച ആ സ്നേഹവും ആദരവും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾ തമ്മിൽ ഉള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അതെന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഓർമ്മയാണ് മണിയെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത്. ശ്രീ മമ്മൂട്ടി പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ മലയാളി പ്രേക്ഷകരെ, മലയാളികളെ, സിനിമ ആസ്വാദകരെ ഇത്രമാത്രം ആഘാതത്തിലാഴ്ത്തിയ ഒരു വേർപാട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളാണ് മണിയുടെ ഭൗതിക ശരീരവുമായി ചെന്ന ഇടങ്ങളിലെല്ലാം, അമൃത ഹോസ്പിറ്റലിലാണെങ്കിലും തൃശ്ശൂരിലെ പൊതുദർശന വേദിയിലാണെങ്കിലും ഇവിടെ ചാലക്കുടിയിലാണെങ്കിലും ചാലക്കുടിയിലെ മണിയുടെ ഭവനത്തിലെ അന്ത്യകർമ്മങ്ങൾ വരെയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ചാലക്കുടിയിലേക്ക് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള മണിയുടെ ആരാധകരുടെ